ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർമാർക്ക് ഇല്ലാതെ ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ്. മൈ നെയിം ഈസ് ഫൗസാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഏറ്റവും പുതിയ ടെക് വീഡിയോസുകൾ നിങ്ങളെ തേടിയെത്തുകയുള്ളൂ. നമ്മൾ ഇന്നിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഫിലിമോറ പ്രൊവൈഡ് ചെയ്യുന്ന വ്ളോഗിറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് ID അല്ലെങ്കിൽ ട്വിറ്റർ ID അല്ലെങ്കിൽ ഗൂഗിൾ പ്ലസ് ID എൻ്റെ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് ഫ്രം ക്യാമറ, ഫ്രം ലൈബ്രറി എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മുകളിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ID കാണാൻ സാധിക്കും. താഴെ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സുകളും കാണാൻ സാധിക്കും. ഫോട്ടോ ഡ്യൂറേഷൻ, നിങ്ങളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് അത് വീഡിയോ ആയി പ്ലേ ചെയ്യിപ്പിക്കണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഡ്യൂറേഷൻ നിങ്ങൾക്ക് എത്ര സെക്കൻഡ്, അപ്രോക്സിമേറ്റ്ലി 10 സെക്കൻഡ് വരെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഫോട്ടോ മോഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 2 ഫോട്ടോകൾ അതല്ലെങ്കിൽ 2 വീഡിയോകൾ തമ്മിലുള്ള ട്രാൻസിഷൻ ഡ്യൂറേഷൻ എത്ര സെക്കൻഡാണ് കൊടുക്കണമെന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. 3 സെക്കൻഡ് വരെയാണ് മാക്സിമം സെലക്ട് ചെയ്യാൻ കഴിയുക. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ റെസൊല്യൂഷൻ എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫുൾ HD, HD, മീഡിയം, ലോ എന്നീ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് HD ക്വാളിറ്റിയിലുള്ള ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HD എന്ന് സെലക്ട് ചെയ്യുക. അതല്ല എങ്കിൽ ഫുൾ HD ഹൈ ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഫുൾ HD എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിനുശേഷം വീഡിയോ ബാക്ക്ഗ്രൗണ്ടുള്ള ഭാഗത്ത് ബ്ലർ അതുപോലെ തന്നെ ബ്ലാക്ക് എന്നീ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാനിവിടെ ബ്ലർ എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്കോട്ട് വരുന്നു. ഫ്രം ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഫ്രം ലൈബ്രറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ടൈറ്റിൽ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആപ്ലിക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസാണ് ടൈറ്റിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് താഴെ ഓപ്പണർ, കൗണ്ട് ഡൗൺ, ഓതർ എന്നീ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റിൽ കൊടുക്കേണ്ട വീഡിയോസാണിത്. ആ കൗണ്ട് ഡൗൺ എന്നുണ്ടെങ്കിൽ 1 മുതൽ 5 വരെയുള്ള സെക്കൻഡ് സെലക്ട് ചെയ്യാൻ. അതുപോലെ ഒതർ എന്നുള്ള ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കളറിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു വീഡിയോ ആണ്. കൗണ്ട് ഡൗൺ അല്ലാതെ കളറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഗൂഗിൾ പ്ലസ്, ഇൻസ്റ്റാഗ്രാം എന്നീ 3 അക്കൗണ്ടുകൾ നിങ്ങൾക്ക് വ്ളോഗിറ്റുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ഞാനിവിടെ ഗാലറിയിലെ ഒരു വീഡിയോസ് സെലക്ട് ചെയ്യുന്നു. താഴെ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വീഡിയോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ കഴിയും. ഞാൻ ടൈറ്റിലിൽ നിന്നും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നതായിട്ട് കാണാം. ഇതാണ് നമ്മുടെ വർക്കിംഗ് പാനൽ. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി താഴെ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസുകൾ കാണാൻ സാധിക്കും. ടെക്സ്റ്റ്, സ്റ്റിക്കർ, ഓഡിയോ, പിക്ക്, ട്രാൻസിഷൻ, റിവേഴ്സ്, സ്പീഡ്, ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നീ തുടങ്ങിയ ഒരുപാട് ടൂൾസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ ആഡ് ചെയ്ത വീഡിയോസിൻ്റെ എഡിറ്റിംഗ്, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ടാപ്പ് ടു ആഡ് ടെക്സ്റ്റ്.
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ കഴിയും. ഞാനിവിടെ എൻ്റെ പേര് നൽകുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കർ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും അതുപോലെ നമുക്ക് ഈ വീഡിയോസിന് എന്തെങ്കിലും ഓഡിയോ കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഓഡിയോസ് സെലക്ട് ചെയ്യാൻ കഴിയും. ടിപ്പ് എന്നൊരു ഓപ്ഷൻ, ഇത് നമ്മുടെ വീഡിയോസിന് മുകളിൽ നമുക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോകൾ തമ്മിലുള്ള ട്രാൻസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും കഴിയും. അതുപോലെ സ്ലോ മോഷനിലാണ് വരേണ്ടതെങ്കിൽ സ്പീഡൊന്ന് കുറച്ചാൽ മതിയാകും. ഇനി നമുക്ക് റിവേഴ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ വീഡിയോൻ്റെ റിവേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൻ്റെ ബ്രൈറ്റ്നെസ്, അതുപോലെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ എന്നീ തുടങ്ങിയ ഇനി നമുക്കിത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നീ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാനും കഴിയും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോ ഈ വ്ളോഗിറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതുപോലെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.